ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ റോളാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ റോളാണ്. ഈസ്റ്റ് അതേപോലെ മൈദ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടാ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ബ്രെഡൊന്നും അങ്ങനെ കുഴച്ചുണ്ടാക്കുക അതൊന്നും വേണ്ട. നമുക്ക് മൈദ ഇട്ടാണ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ ഈസ്റ്റ് ഒരു 3/4 ടീസ്പൂൺ കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചുടുവെള്ളം, അതായത് നമ്മളിങ്ങനെ കൈയിട്ടുണ്ടെങ്കിൽ പൊള്ളൂല, ആ രൂപത്തിലുള്ള ഒരു ചുടുവെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇത് പെട്ടെന്ന് കലക്കി വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈദ ഇട്ടിട്ട് കുഴച്ചെടുക്കുക. മറ്റേ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 250 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ 250 ഇട്ട് കൊടുക്കണുള്ളൂ. ഈസ്റ്റ് തന്നെ മതിയാവും കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഓയിൽ കേട്ടോ. അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് സോഫ്റ്റ് ആവണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കൂലേ, അതിലൊന്ന് ലൂസാക്കിയിട്ട്, അത്ര ടൈറ്റ് വേണ്ട, ഒന്ന് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. പാകത്തെ വെള്ളം നോക്കിയിട്ട് ഉണ്ടാവുന്ന എന്ത് ചെയ്യുക, തൊട്ട് നോക്കുക. സോഫ്റ്റ് ആയിട്ടില്ല, ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് വെക്കുക കേട്ടോ. കുഴച്ച് വെക്കുമ്പോൾ ഒരു ഇത്തിരി ഓയിൽ പുരട്ടിയിട്ട് വെച്ച് കൊടുക്കുക. എൻ്റെ മേലൊന്നും ഇങ്ങനെ ഉണങ്ങി പറ്റാതിരിക്കാനാണ് കേട്ടോ. ഇനിയിപ്പോൾ നനഞ്ഞ തുണി ഇട്ടിട്ട് വേണമെങ്കിൽ മൂടി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കവറായിട്ട് മൂടി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ പാത്രം കൊണ്ട് മൂടിച്ചാലും മതി. ഇങ്ങനെ എയർ കിടക്കരുത് കേട്ടോ. കാറ്റ് കിടക്കാത്ത രൂപത്തിലൊന്ന് അടച്ച് വെക്കുക. ഇനി ഇതിൻ്റെ ഒരു ഫില്ലിങ് വേണം. അതവിടെ ഇരുന്നോട്ടെ. അത് ഇരുന്നിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പിന്നെ സവാള, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട, കുറച്ച് ബ്രെഡ് കേട്ടോ. പിന്നെ ചിക്കൻ ഇതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം, കുക്കറിൽ ഇട്ടിട്ട് ഉപ്പും മഞ്ഞളിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഒഴിക്കണം ചേട്ടാ. കുറച്ച് ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ടാണ് ഇത് വേവിക്കുന്നത്. ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. വെന്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കത് ഇങ്ങനെ ഈ രൂപത്തിലൊന്ന് പിച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിക്കണ്ട. ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയപ്പോൾ തന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ട് കോളായിട്ടുണ്ട്. അപ്പോൾ അന്ന് ശേഷമാണ് ഇനി ചെയ്യൂല എന്നുള്ളത്. അതേപോലെ എന്ത് ചെയ്യുക, നീളത്തിൽ ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ, പീസാക്കി എടുക്കുക. അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കി ഇങ്ങനെ കടിക്കുമ്പോൾ ആ ചിക്കൻ്റെ ഇതുകൊണ്ട് കിട്ടും കേട്ടോ നമുക്ക്. ബ്രെഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇരിക്കട്ടെ. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ സവാള ഇല്ലേ, അതും പച്ചമുളകും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി. നല്ലതുപോലെ ഒന്ന് വഴറ്റുക. പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നല്ലത് റെഡിയായി വരട്ടെ. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പേസ്റ്റ് രൂപത്തിലാണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ ചെറിയ അമ്മിക്കല്ലുണ്ട്, അതിൽ കുത്തി ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്നായി കിട്ടും. ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന ഇവ എന്ത് ചെയ്യുക, ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലൻ്റെ പൊടിയാണ് കേട്ടോ. അതിട്ട് കൊടുക്കുക. ഞാൻ വേറൊരു പൊടിയും ഇതിലേക്ക് ഇടുന്നില്ല, വെറും ചിക്കൻ മസാലൻ്റെ പൊടി മാത്രം ഇടുന്നത്. പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. കാരണം ഓൾറെഡി വെന്ത ചിക്കനാണ്. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാ പണി കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു മാവ് അത്യാവശ്യം നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇന്നൊരു പീസ് എടുക്കുക കേട്ടോ. ഒരു പീസ് എടുത്തിട്ട് ഒരു വലിയ ബോൾ എടുക്കുക. ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തുന്നത് നോക്കട്ടെ. അങ്ങനെ
നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. റൗണ്ടാക്കി പരത്തേണ്ട കേട്ടോ. റൗണ്ടാക്കി പരത്തിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ ചിക്കൻ റോൾ ഇങ്ങനെ പരത്തുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ റോൾ ഈ രൂപത്തിലാണ് ഒരു പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഒന്ന് അപ്പുറത്തും പരത്തി കൊടുക്കുക. ഇത്ര മതി. അതിന് ശേഷം ഒരു പ്ലേറ്റിക്ക് വെച്ചിട്ട് പോയിട്ട് പ്ലേറ്റിക്ക് വെച്ച് കൊടുക്കുക. ഒരു ഭാഗത്ത് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രണ്ട് സൈഡ് എന്ത് ചെയ്യുക, ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഈ ഭാഗം രണ്ട് ഭാഗവും ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. മടക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ തലഭാഗം ഉണ്ടല്ലേ, ഒറ്റ ഭാഗം, അവിടെ ഒരു ഇത്തിരി വെള്ളം തേച്ചിട്ട് എന്ത് ചെയ്യുക, അതും ഒന്ന് പരത്തി കൊടുത്തിട്ട് വെക്കുക. രണ്ട് ഫില്ലിങ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ സമൂസ പൊട്ടിക്കുമ്പോൾ തന്നെ അത് ഒട്ടിച്ച് കൊടുക്കുക. ഇത് പൊടി കുറച്ച് കൂടുതലായി പോയി, കുഴപ്പമില്ല. നമുക്കൊന്ന് വെള്ളം തൊട്ടിട്ട് നനച്ചിട്ട് അത് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമ്മളെ മസാല എല്ലായിടത്തുനിന്ന് ആവാനാണ്. ഇതാ ഒട്ടാത്ത ഭാഗം ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡ് കംസിലൊക്കെ മുക്കാനുള്ളതല്ലേ, ബ്രെഡ് പൊടിയിലൊക്കെ മുക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. നല്ല രീതിയിൽ വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ആക്കി വെക്കണം കേട്ടോ. ഇനി വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഈ ഒരു മോഡലിലാണ്. അതായത് ഇങ്ങനെ ഒരു ബോൾ എടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പത്തിരി ചപ്പാത്തിയൊക്കെ ഒട്ടും പോലെ ഒട്ടിയിട്ട് ഒന്ന് എന്താ പറയുക, ഒട്ടിയെടുക്കുക. ഈ രൂപത്തിൽ ഇങ്ങനെ നല്ല മെല്ലെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ എന്ന് വെച്ചാൽ ഒന്ന് ആ കയ്യിൻ്റെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. കൂടുതൽ പരത്തൊന്നും വേണ്ട. ഇങ്ങോട്ട് വെക്കുക. ഇതേപോലെ എല്ലാതും ഉണ്ടാക്കി വെക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. 10 മിനിറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഇത് നമുക്ക് കോട്ടിങ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടൻ്റെ വെള്ളം മാറ്റിയിട്ട് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നോക്കിയപ്പോൾ നേരത്തേക്കാളും ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതെന്ത് ചെയ്യുക, ഈ ഒരു മുട്ടൻ്റെ ഈ ഒരു ബാറ്ററൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്നുണ്ട് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ ബ്രെഡ് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ എന്ത് ചെയ്യുക, പ്രസ് ചെയ്ത് എല്ലായിടത്തും ഇത് ആക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ കിട്ട പാട് ഇതിൽ വിട്ടു പോകും. പോവാതിരിക്കാൻ എന്ത് ചെയ്യണം, എല്ലാ സൈഡും ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ബ്രെഡിൻ്റെ പൊടി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ. അതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കി വെക്കുക, ചെറിയ തീയിൽ കേട്ടോ. എന്നിട്ട് നമുക്കത് തിരിച്ചും മറിച്ചിട്ടിട്ട് മെല്ലെ പൊരിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഒരു ഭാഗമായിട്ടുണ്ട്. ഇത് കുറച്ച് ചൂട് കയറിപ്പോയി. ഇനി കുഴപ്പമില്ല, ചെറിയ തീയിലിട്ടിട്ടുള്ളത് ഇങ്ങനെ റെഡി വന്നോളൂ. ഫസ്റ്റ് ഇടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു കളറായി വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറായിട്ടുണ്ട്, അടിപൊളിയാണ്. ഇനി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ മസാല ഇല്ല കേട്ടോ. മസാല ഇല്ലാത്ത വെറും ഇത് മാത്രം നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇനി ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഭൂരി പൊരിക്കൂലേ, ഇതിന് മേലെ ഇങ്ങനെ എണ്ണ തട്ടലി കൊടുത്തിട്ട് അതേപോലെ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ വീർത്ത് ബണ്ണ് പോലെ ആയിട്ട് വരും കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കൻ റോളിൻ്റെ മാവ് കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. ഇതൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. എപ്പോഴും പുറത്തുനിന്നല്ലേ മേടിച്ചെടുക്കല്ലേ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടാ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കും കഴിക്കാൻ പറ്റും. ആ മുട്ടൻ്റെ ഭാഗത്ത് വെള്ളം ഉപയോഗിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെജിറ്റബിൾസിൻ്റെ കോളിഫ്ലവർ അങ്ങനത്തെ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ എല്ലാം ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇന്ന് മസാല വെച്ചതാണ്. ഇതാ ഇങ്ങനെ വരും കേട്ടോ. അതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മോഡലായില്ല. ഇനി മറ്റേത് എന്താ ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഇതൊന്ന് എടുക്കുക. ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ കത്തിയിട്ട് ഒന്ന് മെല്ലെ പ്രസ് ചെയ്തിട്ട് ഒന്ന് കത്തിയോണ്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ല ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഓപ്പണായി കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താ അത്രേ ഉള്ളൂ. പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. ഇതിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊട്ടിക്കട്ടെ. ഈ
മയോണൈസ് നേരത്തെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, കുറച്ച് ഇതിൻ്റെ മേലെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. വെറും അത് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ആ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മയോണൈസും തക്കാളി സോസൊന്നും ഇല്ലാതെ അവർ കഴിക്കൂലല്ലോ. അപ്പോൾ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇരിക്കണുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.